സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേക ദിവസം ഈ സ്ഥാപനത്തിൽ കൂടുവാൻ ആരാധിക്കുവാനുള്ള ഭാഗ്യത്തിനായി സ്തോത്രം. പ്രിയ വാനിയാമോളുടെ രണ്ടാമത്തെ ജന്മദിനം പ്രിയ മാതാപിതാക്കളോട് ഒന്നിച്ച് അയൽപ്പാൻ അതിൻ്റെ അനുഗ്രഹമായി പ്രാർത്ഥിക്കുന്നു. സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ പഠനങ്ങളിൽ നിങ്ങൾ കൂടെ ചേരുമ്പോൾ ആ മോള് ഞങ്ങളൊക്കെ ഇത് നടത്തി ഈ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞാലും ഇവാനിയെ വലുതാകുമ്പോൾ പറയും എൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ നടന്നത് അവിടെ കരുതലിലാണ്, രണ്ടാമത്തെ ബർത്ത്ഡേ നടന്നത് കരുതലിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും എല്ലാവർക്കും അനുഗ്രഹമായി തീർത്ത് അതുപോലെ തന്നെ അമലെ ആൻസിയ അവരെ പരിചയപ്പെടാൻ അമലിനെ കണ്ടിട്ടുണ്ട്. പ്രയറിലേക്ക് കിടക്കാം. അതിനുശേഷം നമുക്ക് കേക്ക് ദൈവം ദൈവമെല്ലാം തന്നതല്ലേ, ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടുന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തേണേ തിരുഹിതം പോ, ഇനിയും കൃപ തോന്നി കരുതിടണേ. മലയാളം അത്ര വർഷമില്ല, മലയാളവും ഇംഗ്ലീഷൊക്കെ കൂട്ടിക്കുഴച്ചായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ ക്ഷമിക്കണം. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഈ ദൈവവചനം പറയുന്ന ഒരു ബൈബിൾ ഒരു വാക്യമുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ അത് വായിക്കാം, മലയാളത്തിൽ എനിക്കത് പ്രോബ്ലി ഫാസ്റ്റ് യു കൻ ഹെൽപ്പ് മീ ട്രാൻസ്ലേറ്റ്. സങ്കീർത്തനം 127:3 പറയുന്നത്, Psalms 127:3, Children are a gift from the Lord, they are a reward from Him. അതായത് മക്കൾ യഹോവയുടെ ദാനം എന്നാണ് അതിൻ്റെ മലയാളം. ഉദരഫലം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നാണ്. പേര് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുകയും ലക്ഷക്കണക്കിന് രൂപയിലേക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കുഞ്ഞു ഭൂമിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ദൈവം ആ കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് അയക്കുന്ന ചില ദൗത്യവുമായിട്ട്, നമ്മൾ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ ഓരോ ദൗത്യമാണ്. നമ്മുടെ അപ്പനും അമ്മയും നമ്മളെപ്പറ്റി ചിന്തകളുണ്ട്, കണക്കൂട്ടലുണ്ട്, അവർ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിൽ തരും. പക്ഷേ അതുപോലെ തന്നെ അൺസീൻ വേൾഡിൽ നിന്ന്, കാഴ്ചയുടേതല്ലാത്ത ലോകത്തു നിന്ന് ഇവിടെയുള്ള ഓരോ ഞാനവിടെ ഒരു ആൻറ്റീനോട് ചോദിക്കണേന്ന് നിങ്ങളുടെ യൂണിഫോം ആണായിരുന്നു. അപ്പം പറഞ്ഞാണ് ഞങ്ങളുടെ യൂണിഫോമാണ്, എല്ലാ ദിവസവും ഞങ്ങൾക്കൊരു കളറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൻറ്റി കാണിച്ചു കഴിഞ്ഞാൽ പപ്പന്മാരൊക്കെ ഇട്ടേക്കണാണ്, നിങ്ങളെയൊക്കെ കാണിച്ചു തന്നെയായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ എല്ലാവരും മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാനൊക്കെ. കഴിഞ്ഞ തവണ ചേട്ടൻ ചേച്ചിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കല്യാണം വിളിച്ചത്. അപ്പോൾ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വന്നതും കേക്ക് മുറിച്ചതും ഇതുപോലെ ഇങ്ങനെ ഇമാനിയുടെ ഫോട്ടോയൊക്കെ വെച്ചേക്കണതൊക്കെ ഫോട്ടോയൊക്കെ അയച്ചു തന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇന്ന് കൂടെ വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പാടില്ലാതൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരാൻ പറ്റുമോ ഇല്ലേ ഇങ്ങനെ കൺഫ്യൂഷനിലായിരുന്നു. ഞങ്ങൾ ചെന്നൈയിലാണ്, അമല ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നൈയിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്നലെ രാവിലെ വന്നോളൂ, ഇന്ന് നാളെ വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു പോകും. അവസരം ഒരുക്കി തന്ന സാറിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്താ ഒരു മെമ്മറബിൾ മൊമെൻ്റാണ് ശരിക്കും, ഓർത്തിരിക്കാൻ പറ്റിയൊരു നിമിഷം. അതുപോലെ ഇവാനിയെ വന്നിട്ട് കേക്ക് പോയിട്ടേ ബൈ ബൈ. എന്റെ പേര് ഇവാനിയാന്ന് പറഞ്ഞു. ഇവാനി എന്ന പേര്. എന്റെ
പോയിരിക്കുക. പക്ഷേ അവളുടെ അമ്മയും വല്യമ്മയും കൂട്ടുകാരിയും എല്ലാം സബീന ചേച്ചിയാണ്, വല്യമ്മച്ചിയാണ്. സബീന ചേച്ചിക്ക് അത് ബ്ലെസ്സിങ്ങാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉണ്ടാകുമ്പോൾ അവർക്ക് മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടാവുക, അവരോട് ഇരിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്, ഭയങ്കര ഭാഗ്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് അത് ലഭിക്കാത്ത ഒരു വലിയ നന്മയാണ്. ചേച്ചിക്കും കുഞ്ഞിനും മോൾക്കും അത് കിട്ടിയത് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാലാണ് കിട്ടിയതെങ്കിലും അതൊരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് സബീന ചേച്ചി ഒരു വാക്ക് പറയും. സബീന ചേച്ചി. ഹലോ, ഇവാനിയുടെ അമ്മ ഇവിടെ ഇല്ലെങ്കിലും, അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും, ഇത്രയും അമ്മമാരുടെയും അപ്പച്ചന്മാരുടെയും കൂടെ ഇവാനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഇനി കൂടെ നിങ്ങൾ ഉറക്കെ പറയൂ. ആഘോഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയായിരുന്നു. അമ്മയില്ലെങ്കിലും അവളുടെ നല്ല ഹാപ്പിയിലാണെന്നാണ് ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത്. നിങ്ങളും സന്തോഷമായിട്ടിരിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന സാറിനും ഇവിടെയുള്ള എല്ലാവർക്കും ഒരായിരം നന്ദി അർപ്പിക്കുകയാണ്. ഇനിയും ഇവിടെ വരാനുള്ള അനുഗ്രഹം തരട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് കർത്താവെ മകളെ ശിക്ഷണത്തിൽ വളർത്തുവാൻ കർത്താവ് ഒറ്റക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്ക. അമ്മായി കൊച്ചമ്മായി, ഇഞ്ഞൂടെ മിഞ്ഞമ്മായി, അമ്മായി കൊച്ചമ്മായി. ബിരിയാണി ഇഷ്ടമായാ? ഇവാനിയ മോളുടെ രണ്ടാമത്തെ പിറന്നാളും ചാലക്കുടി പെനുവേൽ ഫൗണ്ടേഷൻ കരുതൽ വീട്ടിലെ വൃദ്ധമാതാപിതാക്കളോടും ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളോടും കൂടെ ആഘോഷിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷവും, അതുപോലെ തന്നെ ഞങ്ങളിവിടെ വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഇവിടുത്തെ എല്ലാ
സ്റ്റാഫുകളോടും മാനേജ്മെൻറ്റിനോടുമുള്ള നന്ദിയും അറിയിക്കുകയാണ്. ഇന്ന് ജൂൺ 21 ഞങ്ങളിവിടെ വരുമ്പോൾ കരുതൽ വീട്ടിലെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. നിരാലംബരായ വൃദ്ധമാതാപിതാക്കളെ ഇനിയും കൂടുതൽ അംഗങ്ങളെ ഇവിടെ പ്രവേശിപ്പിക്കുന്നതിനു വേണ്ടി ഇവർ കെട്ടിടം കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിംഗ് പണിയുടെ വാർക്കൽ കൂടിയായിരുന്നു ഇന്നത്തെ ദിവസം. അങ്ങനെ നല്ലൊരു പ്രത്യേകതയോടെയുള്ള ഈ ദിവസം ഞങ്ങൾക്കിവിടെ വരാൻ സാധിച്ചു. ഇന്നത്തെ ഈ നല്ല ഒരു ദിവസത്തിൽ ഇതിൻ്റെ സ്ഥാപക ദമ്പതികളായ ബാബു ചെറിയാൻ, ലവ്ലി ബാബു ദമ്പതികളെ പ്രത്യേകം ഓർക്കുകയും അവർക്കും ഈ സ്ഥാപനത്തിനും ഇനിയും നാൾക്കുനാൾ വളരെയധികം നന്മകളും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയും സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.